ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല സാക്ഷ്യം വഹിക്കുന്നത് വൻ മാറ്റങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച റെയിൽവേ. മരണസംഖ്യ 18 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 300 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സ് പോരാട്ടം. ISLൽ ഇന്ന് മുഹമ്മദൻ SC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് പൊതുസമൂഹം വലിയ പങ്ക് വഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം പഠിച്ചു വരാൻ കേരളത്തിൽ അവസരമുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ നാട് വിവിധ മേഖലകളിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്, കരുത്താർജിക്കുകയാണ്, വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ചിലരെല്ലാം ആ മാറ്റം ഇപ്പോൾ പരസ്യമായി തന്നെ അംഗീകരിക്കേണ്ടതുണ്ട്. കണ്ണൂർ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 20 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ആശ്രിതർക്ക് റെയിൽവേ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നൽകുമെന്നും റെയിൽവേ അറിയിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായത്. മരണസംഖ്യ 18 ഉയർന്നു. ഇതിൽ 11 സ്ത്രീകളും 5 കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 300 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 978.54 കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത്. രണ്ടാം പിണറായി സർക്കാർ ആകെ 4267 കോടിയോളം രൂപ കാസ്പിനായി ലഭ്യമാക്കിയതായി മന്ത്രി അറിയിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ 700 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ 41.99 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത്. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവത്തിൽ വനം വകുപ്പിന്റെ പരിശോധനയിൽ നാട്ടാന പരിപാലന നിയമം ലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് വകുപ്പ് നിയമ നടപടികൾ തുടങ്ങിയത്. ഈ മാസം 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് മന്ത്രി P രാജീവ്. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പേവിഷമരണങ്ങളില്ലാത്ത ജില്ലയായി കോട്ടയത്തെ മാറ്റുന്നതിനുള്ള പേവിഷമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കം. റാബീസ് ഫ്രീ കേരള പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടപ്പാക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗോത്ര സമൂഹങ്ങളുടെ കരകൌശലം, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവ പ്രചരിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന് നിവേദനം നൽകിയിരുന്നതായും മന്ത്രി പറഞ്ഞു. എന്നാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 7 ദിവസമായി ആശാവർക്കർമാർ സമരത്തിലാണ്. ഈ മാസം 20-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ മഹാസംഗമം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
ദേശീയപാത നവീകരണത്തെ തുടർന്ന് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്റർ ദൂരത്തിൽ ഉയരപാത നിർമ്മാണം നടത്തുന്നതിനാൽ വലിയ വാഹനങ്ങൾ സമാന്തര പാത വഴി പോകണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന വാഹനങ്ങൾ അരൂർ അമ്പലം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് അരൂക്കുറ്റി, തൃച്ചാറ്റുകുളം, മാക്കേക്കടവ് വഴി തുറവൂരിലേക്ക് പോകണം. ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന വാഹനങ്ങൾ തുറവൂരിൽ നിന്ന് തിരിഞ്ഞ് എഴുമുന്ന, കുമ്പളങ്ങി, തോപ്പുംപടി വഴി എത്തി കൊച്ചിയിലേക്ക് പ്രവേശിക്കണം. ആലപ്പുഴയിലേക്കുള്ള ദീർഘദൂര ഭാരവാഹനങ്ങൾ കുമ്പളം ടോൾ പ്ലാസ കടത്തിവിടില്ല. ഈ വാഹനങ്ങൾ അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞു പോകണം. എറണാകുളം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധനയും ഉണ്ടാകും. നിലമ്പൂരിലേക്ക് പുതിയ മെമു സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പരീക്ഷണ ഓട്ടം നടത്തി. എറണാകുളത്ത് നിന്നുള്ള മെമു നിലമ്പൂർക്ക് നീട്ടണമെന്ന ദീർഘകാലങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഹ്രസ്വ മധ്യദൂര സർവീസിന് ഉപയോഗിക്കുന്ന മെമു പുതിയ സമയക്രമം നിശ്ചയിച്ച് ഉടനെ നിലമ്പൂർക്ക് സർവീസ് തുടങ്ങുമെന്നാണ് വിവരം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 വഡോദരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചു. ISL ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദൻ SC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് താപനിലയിൽ ഇന്നും വർധനയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ പകൽ താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ജനങ്ങൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കോട്ടയത്ത് ഒരാഴ്ചയായി ചൂട് വലിയ തോതിൽ ഉയരുന്നു. പകൽ താപനിലയിൽ വലിയ വർധനയാണ് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കോട്ടയം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ചൂട് ക്രമാതീതമായി ഉയരുന്നു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇന്നലെ കോട്ടയത്തെ ചൂട് 36.5 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. സാധാരണയേക്കാൾ 2.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ. കഴിഞ്ഞ 4 ദിവസമായി ജില്ലയിൽ ചൂട് കൂടി വരുന്നു. കോട്ടയത്തും പുനലൂരുമാണ് ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയത്. കോഴഞ്ചേരി മാരാമൺ പമ്പ മണൽപ്പുറത്ത് നടന്നുവന്ന 130ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് സമാപനം. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായി കണക്കാക്കപ്പെടുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് കൺവെൻഷൻ നഗരിയിൽ എത്തിയത്. ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തി കാട്ടാന പടയപ്പ. മാട്ടുപ്പെട്ടി റോഡിൽ ഇന്ന് രാവിലെ കാട്ടാന ഒരു വഴിയോരക്കട തകർത്തു. RRT സംഘമെത്തി പടയപ്പയെ കാട്ടിലേക്ക് തുരത്തി. ഇന്നലെ രാത്രി മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിച്ച കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചിരുന്നു. കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലാണെന്നും ജാഗ്രത പുലർത്തണമെന്നും വനം വകുപ്പ് നിർദ്ദേശം നൽകി. മുതിർന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ പരീക്ഷണ ഉപഗ്രഹം ആപ്പിളിന്റെ പ്രൊജക്ട് ഡയറക്ടറുമായ RM വാസകം അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ വീട്ടിലായിരുന്നു അന്ത്യം. 60കളിൽ തിരുവനന്തപുരം തുമ്പയിൽ ആരംഭിച്ച റോക്കറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഗ്രൂപ്പിലെ കൺട്രോൾ ആൻഡ് ഗൈഡൻസ് സിസ്റ്റം എഞ്ചിനീയറായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കമിട്ട പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം 3 പതിറ്റാണ്ടുകാലം ISROയുടെ ഭാഗമായിരുന്നു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി അശ്വമേധം 6.0 ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയവരിൽ നിന്നും രോഗലക്ഷണങ്ങളുള്ള 1269 പേരെ തുടർ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി റഫർ ചെയ്തു. ജനുവരി 30 ആരംഭിച്ച ക്യാമ്പയിൻ ഈ മാസം 22 അവസാനിക്കും. കണ്ണൂർ കോളയാടിനടുത്ത് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ആലച്ചേരി സ്വദേശി ഗംഗാധരനാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല സാക്ഷ്യം വഹിക്കുന്നത് വൻ മാറ്റങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച റെയിൽവേ. മരണസംഖ്യ 18 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 300 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സ് പോരാട്ടം. ISLൽ ഇന്ന് മുഹമ്മദൻ SC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.